കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കളക്ടർ മാത്രം വിചാരിച്ചാൽ വെള്ളക്കെട്ട് മാറില്ല, അതിന് കൂട്ടായ പരിശ്രമം വേണം. വെള്ളക്കെട്ടിനു കാരണം കണ്ടെത്താൻ കോർപ്പറേഷന് ഹൈക്കോടതി നിർദ്ദേശവും നൽകി. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീകാന്ത്, പൊതുവെ ഈ മഴ പെയ്തതോടെ കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് അത് ഇത്തവണയും വളരെ കൂടുതലാണ്. ഇതിന്റെ കാരണം പറയുമ്പോൾ ഉത്തരവാദിത്വം അത് ജില്ലാ ഭരണകൂടത്തിന് മാത്രം എന്നുള്ള രീതിയിലാണ് പലരും പറയാറ്. പക്ഷെ അത് അങ്ങനെയല്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സ്മിത, ഇന്നിപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണനയ്ക്കെടുത്തത്. നേരത്തെ പേരണ്ടൂർ കനാലിന്റെയും മുല്ലശ്ശേരി കനാലുമായി ബന്ധപ്പെട്ട ഒരു ഹർജി, അതിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളതാണ്. അത് പരിഗണിക്കുമ്പോഴാണ് ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില വിമർശനങ്ങൾ നടത്തിയത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ജില്ലാ കളക്ടർ മാത്രം വിചാരിച്ചാൽ ഈ വെള്ളക്കെട്ടിനൊന്നും പരിഹാരം കാണാൻ സാധിക്കില്ല, അത് മാറാനും പോകുന്നില്ല, അതിന് കൂട്ടായ പരിശ്രമമാണ് വേണ്ടത് എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുകയുണ്ടായി. മഴയത്തൊഴുകിയെത്തുന്ന ജലം മുഴുവൻ മലിനജലമാണ് എന്ന് കോടതി പറഞ്ഞു. ഈ ഓടകളിൽ നിന്നും കുത്തിയൊലിച്ച് വരികയാണ് ഈ മലിനജലം. ഓടകളിൽ മുഴുവൻ തടസ്സങ്ങളാണുള്ളത്, വെള്ളം സുഗമമായി ഒഴുകുന്നില്ല. കഴിഞ്ഞ 2 ദിവസമായി അതാണ് കാണുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇതിന് കാരണമെന്ത് എന്ന് കണ്ടെത്താൻ കോർപ്പറേഷൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഓടകൾ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് എത്രയും വേഗം വൃത്തിയാക്കാനും കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കാര്യക്ഷമമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. മുൻപും സമാനമായ രീതിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് തന്നെ വിഷയങ്ങളിൽ ഇത്തരം വെള്ളക്കെട്ട് പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതിന്റെ ഫലമായി MG റോഡിലെ വെള്ളക്കെട്ട് പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിച്ചതുമാണ്. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കളക്ടർ മാത്രം വിചാരിച്ചാൽ വെള്ളക്കെട്ട് മാറില്ലെന്നും കൂട്ടായ പരിശ്രമം ആവശ്യമെന്നും ഹൈക്കോടതി. കാരണം കണ്ടെത്താൻ കോർപ്പറേഷന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.